ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റണ്ട? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തത്? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ പോയിന്റ്സ് പറഞ്ഞു, ബോക്സിലുള്ളത് പറഞ്ഞില്ല, പോയിന്റ്സുകളൊക്കെ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? ഡൗട്ട് ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും വായിച്ചിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ബോക്സിലുള്ളത് ഈ പറഞ്ഞത് തന്നെയാണ് പറയണത്, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ ദീസ് മെത്തേഡ്സ് എംപ്ലോയ്സ് മീൻസ് these methods employ means of communication in all possible forms to enable the hospital to convey its message to the public. എന്നുവെച്ചാ ഹോസ്പിറ്റലിന്റെ മെസ്സേജുകൾ നമ്മൾ പബ്ലിക്കിലോട്ട് എത്തിക്കുക, ഹോസ്പിറ്റലിന്റെ മെസ്സേജുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധ്യമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആശയവിനിമയത്തിന് പല ആശയവിനിമയങ്ങളും കൊണ്ട് നമുക്ക് പബ്ലിക്കിലോട്ട് എത്തിക്കാം ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ എത്തിക്കാൻ. എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും? ഞാൻ മ്യൂട്ട് ഓഫ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ മെസ്സേജുകൾ, ഹോസ്പിറ്റലിന്റെ മെസ്സേജ്, ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങള്, അതൊക്കെ നമുക്ക് പൊതുജനങ്ങളിലോട്ട് പബ്ലിക്കിലോട്ട് എങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റും, അങ്ങനെയുള്ള എത്തിക്കാൻ പറ്റുന്ന സാധ്യമായ എല്ലാ രൂപത്തിലും നമുക്ക് എന്ത് മാർഗവും ഉപയോഗിക്കാം. അതാണ് പറയുന്നത് ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പബ്ലിക്കിലോട്ട് നമുക്ക് എത്തിക്കാം, മീഡിയ വെച്ച് എത്തിക്കാം, ബ്രൗഷർ പോലെ ഉണ്ടാക്കി എത്തിക്കാം, നമുക്ക് ഒരു ക്യാമ്പ് നടത്താം, അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും എക്സിബിഷൻ നടത്താം, അങ്ങനെ മാഗസിൻ വഴി നമുക്ക് പലതും വഴി പൊതുജനങ്ങളിലോട്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുക, അതാണ് ഇവിടെ പറഞ്ഞത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ നിന്നുള്ള സന്ദേശങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്നുള്ള മെസ്സേജുകൾ, ഹോസ്പിറ്റലിലെ എന്തെങ്കിലും കൺവേസ് മെസ്സേജ്, ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല മെസ്സേജുകൾ, നല്ല പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പൊതുജനങ്ങളിലോട്ട് എത്തിക്കുക, കമ്മ്യൂണിക്കേഷൻ വഴി, ആശയവിനിമയം വഴി എത്തിക്കുക. ആശയവിനിമയം വഴി എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അതുവഴി ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളിൽ അറിയിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ? സം ഓഫ് ദീസ് ആർ ഓൾസോ ഇന്റർമിക്സ്ഡ് വിത്ത് ആൻഡ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഓപ്പറേറ്റിംഗ് മെത്തേഡ്സ്. എന്ന് വെച്ചാൽ എന്താ? ഇവ ഹോസ്പിറ്റലില് ഇൻട്രാമ്യൂറൽ പ്രവർത്തനങ്ങളും ഇന്റർ ഹോസ്പിറ്റലുമായ ഓപ്പറേഷൻ രീതികളും കൂടിച്ചേർന്നതാണ്. നമുക്കറിയാം ഇന്റർ ഹോസ്പിറ്റലിന്റെ ഉള്ളില് നമുക്കറിയാം മിക്സഡ് ആയിട്ട് കിടക്കുകയാണ് അല്ലെ, പുറത്തുള്ളതും അകത്തുള്ളതും പ്രവർത്തനങ്ങളും എല്ലാം കൂടി മിക്സഡ് ആയിട്ടാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ ചില പ്രവർത്തനങ്ങൾ ഇന്റർമിക്സ്ഡ് വിത്ത് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ്, അതിന്റെ ഉള്ളിലുള്ളതും ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളായാലും പുറത്തുള്ള പ്രവർത്തനങ്ങളായാലും അതൊക്കെ നമ്മൾക്ക് ഹോസ്പിറ്റലിലെ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്താ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്, ഹോസ്പിറ്റലിന്റെ ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ആ പ്രവർത്തന മെത്തേഡ്,
അതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. സം ഓഫ് ദീസ് ആർ ഇന്റർമിക്സ്ഡ് വിത്ത് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ്. ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങള്, ഈ ഓപ്പറേഷൻ മെത്തേഡ്സ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് വഴി പുറത്തേക്ക് ജനങ്ങളെ അറിയിക്കുക. പിന്നെന്താ, അതർ ഡീൽസ് വിത്ത് മീഡിയ. അല്ലെങ്കിലോ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മീഡിയ വഴി ഉപയോഗിക്കാം. നമുക്ക് മീഡിയ ഇല്ലേ, മീഡിയ വഴി നമുക്ക് ഓരോ ഹോസ്പിറ്റലിന്റെ പരസ്യം നമുക്ക് ഒരു മീഡിയ, ഒരു ലോക്കൽ ചാനൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് മീഡിയയിൽ നമുക്ക് പറയാം ഇന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇത് നടക്കുന്നുണ്ട്. എന്നിട്ട് ലോക്കൽ ചാനലിലൊക്കെ ആവുമ്പോൾ അത് ന്യൂസ് ടൈമിലൊക്കെ ഓരോ സ്ഥലത്ത് ന്യൂസ് ടൈമിലൊക്കെ ഇടക്കിടക്ക് വരും. അപ്പൊ 24-ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പബ്ലിസിറ്റി ആയിരിക്കും ആ ഹോസ്പിറ്റലിന് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയ വഴിയെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ 3 മെത്തേഡ്സ് അവിടെ പറഞ്ഞു. ഒന്നാമത്തെ എന്താ, ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിലെ മെസ്സേജുകൾ പൊതുജനങ്ങളിലോട്ട് എത്തിക്കുക. പിന്നെന്താ, അതുപോലെ തന്നെ ഇന്റർ മിക്സ്ഡ് വിത്ത് ആയാലും ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിന്റെ പ്രവർത്തനങ്ങളായാലും ഹോസ്പിറ്റലിന്റെ ഓപ്പറേറ്റീവ് മെത്തേഡ്സിന്റെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. പിന്നെ അതർ ഡീൽസ് വിത്ത് മീഡിയ, മീഡിയ വഴിയായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, മീഡിയ വഴിയായാലും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ, നെക്സ്റ്റ് ബോക്സ് എടുക്കാം. നെക്സ്റ്റ് ഏതാ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. എന്താ, നമ്മൾ ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിന്റെ കാര്യം പറയണേ, അത് നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കാനുള്ള വേവ്സ് എന്താണ്, എന്തെല്ലാം വഴികളിലൂടെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എത്തിക്കാം, എന്തെല്ലാം വഴികളിൽ കൂടി കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എത്തിക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യന്റ്, ദയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. എങ്ങനെ എത്തിക്കാം നമുക്ക്, ഫസ്റ്റ് നമുക്ക് നല്ല അപ്രോപ്രിയേറ്റ് ആയ, അവർക്ക് രോഗികൾക്കൊക്കെ ബന്ധുക്കൾക്കും ഒക്കെ ഉചിതമായ നല്ല വിവരങ്ങൾ കൊടുക്കുക, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവണം. അപ്രോപ്രിയേറ്റ് ആയ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, അപ്രോപ്രിയേറ്റ് ആയ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിടാം. ഒന്നാമത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എങ്ങനെ, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്ന വേവ്സിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താ, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ. അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ, അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു നല്ല അവർക്ക് സൂട്ടബിൾ ആയ അപ്രോപ്രിയേറ്റ് ആയ വിവരങ്ങൾ നമ്മൾ കൈമാറണം. അത് ആ പേഷ്യൻസിന് അല്ലെങ്കിൽ റിലേറ്റീവിന് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് ഇതെങ്ങനെ നമ്മൾ കൊടുക്കും, അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. എൻക്വയറി അന്വേഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഓരോ എൻക്വയറിയിൽ നമ്മൾ അന്വേഷിക്കുക, അങ്ങനെ നമുക്ക് ഇത് കൊടുക്കാം. പിന്നെ രജിസ്ട്രേഷൻ വരൂലേ, എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുമ്പോൾ പേഷ്യന്റിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും നമുക്ക് അവർക്കുള്ള വേണ്ട അപ്രോപ്രിയേറ്റ് ആയ വിവരങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പൊ എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. നെക്സ്റ്റ് എന്താ, ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ്. എന്താ അതിന്റെ അർത്ഥം, എന്താ നമ്മൾ പറഞ്ഞു ഫിസിഷ്യന് എല്ലാ പേഷ്യൻസ്, ഇപ്പൊ പെണ്ണായാലും ആണായാലും ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ഉണ്ട്. അങ്ങനെ എല്ലാ പേഷ്യൻസിന് അവരുടെ ആരോഗ്യനില, അവരെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ എന്താ, ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യനില, അതിന്റെ നമ്മൾ കെയർ കൊടുത്തു, അതിന്റെ ഫോളോ അപ്പ് സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ പേഷ്യന്റ് അവിടെ നിന്നു, നമ്മൾക്ക് അവരോട് പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഇതുവരെ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കിടന്നു, ഇത് നിങ്ങൾക്ക് വേറെ കുഴപ്പം, നല്ല രീതിയിലല്ലേ ഞങ്ങൾ നിങ്ങളെ കെയർ ചെയ്തത്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ എന്ന് നമ്മൾക്ക് അവരോട് ചോദിച്ചിട്ട് അവരുടെ ആ ഡിസ്ചാർജ് സമയത്ത് ഫോളോ അപ്പ് ഇട്ട കാര്യങ്ങളും അവർക്ക് നമ്മൾ ഹെൽത്ത് സ്റ്റാറ്റസ് ഒരു കെയർ കൊടുത്ത കാര്യങ്ങളൊക്കെ അവരോട് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് പേഷ്യന്റിന്റെ ഡിസ്ചാർജിങ് സമയത്ത് നമുക്ക് ഇവരെന്തെടുക്കാൻ പറ്റും, അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും ഇല്ലേ, നല്ലൊരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും. അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയാലും മറ്റുള്ളവരോട് പറയും നല്ല ഹോസ്പിറ്റലാണ്, അവിടുത്തെ നഴ്സുമാര് നല്ലതായിരുന്നു, ഡോക്ടേഴ്സ് നല്ലതായിരുന്നു എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു പബ്ലിസിറ്റിയാ അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോ അവരെ കാണാൻ വരുന്ന പേഷ്യന്റ് ആയാലും അവർക്കും ഈ ഹോസ്പിറ്റലിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നും, ഒരു താല്പര്യമൊക്കെ തോന്നും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, നെക്സ്റ്റ് പറഞ്ഞ കൂടി മൂന്നാമത്തെയും കൂടി ഇട്ടത് കഴിഞ്ഞിട്ട് പറയാം. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. എന്താ, ഫിസിക്കൽ അറ്റൻഡറുമായിട്ട്, ഫിസിക്കൽ ആരാണോ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യണേ ആ ഒരു ഫിസിക്കൽ അറ്റൻഡ് ആയിട്ട് ഡിസ്ചാർജ് ഇന്റർവ്യൂ ആവശ്യ സമയത്ത് ഇത് ചെയ്യാം. എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യണ സമയത്ത് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തു,
അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോവാന്നുള്ള ഇത് ചെയ്യുന്ന സമയത്ത് അറ്റൻഡിങ് ഏത് പേഷ്യന്റിന്റെ ഏത് ഡോക്ടറാണോ അറ്റൻഡ് ചെയ്തത് ആ ഒരു ഫിസിഷ്യൻ സെർവ് ദിസ് പർപ്പസ് വെൽ അവന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ഫിസിഷ്യൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു കൊടുക്കുക? ഫിസിഷ്യൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയാം. 3 പോയിന്റ് പറഞ്ഞു. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയ സൂട്ടബിൾ ആയ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ആർക്കൊക്കെ കൊടുക്കണം? എൻക്വയറി സമയത്ത് കൊടുക്കണം, രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കണം, പിന്നെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ ഫോളോ അപ്പ് എടുത്ത് എല്ലാം കഴിഞ്ഞ സമയത്ത് അവർ ഡിസ്ചാർജ് സമയത്ത് പറയണം. അതുപോലെ തന്നെ എന്താ ഡിസ്ചാർജ് സമയത്ത്, ഡിസ്ചാർജ് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ, ഇതിന്റെ പർപ്പസ്, ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് 3 അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ വരുന്നത്. അത് ഒന്നാമത്തെ പോയിന്റിന്റെ 3 കാര്യങ്ങൾ. രണ്ടാമത്തെ പോയിന്റ് എന്താ? An open house approach to the visitors without interfering in the routine medical care functions. എന്താ? തുറന്ന സമീപനം. ഓപ്പൺ ഹൗസ് അപ്രോച്ച് എന്താ? ഒരു തുറന്ന സമീപനം. എങ്ങനെയുള്ള തുറന്ന സമീപനോ? ടു വിസിറ്റേഴ്സ് ഇന്റർഫറിങ് എന്ന് വെച്ചാൽ പതിവ് മെഡിക്കൽ കെയർ കൂടാതെ, ഒരു മെഡിക്കൽ ഇത് കൂടാതെ പ്രവർത്തനങ്ങളിൽ വിസിറ്റേഴ്സിനോട് ഒരു തുറന്ന സമീപനം. നമ്മൾ അവരോട് നല്ല കൂളായിട്ട് കറക്റ്റ് ആയിട്ട് ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അവരോട് ഒരു അപ്രോച്ച്? തുറന്ന അപ്രോച്ച് ആയിരിക്കണം. പേഷ്യന്റിന്റെ എങ്ങനെയാണ്? an open house approach to the visitors without interfering routine medical care functions. എങ്ങനെയാണ്? പേഷ്യൻസിനോട് മെഡിക്കൽ കെയർ പ്രവർത്തനം, നമ്മൾ എപ്പോഴാണ് ട്രീറ്റ്മെന്റ് ചെയ്യണ പേഷ്യന്റിനെ? ആ സമയത്ത് പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. ആ സമയത്ത് പേഷ്യന്റിന് നമ്മൾ എന്ത് വേണം? പേഷ്യൻസിന് അവരോട് ഇടപെടുകയാണ്. നമ്മൾ അവരുടെ കാര്യങ്ങൾ, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ അവരോട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ആരുണ്ട്? പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഉണ്ട്, ഇല്ലേ? അവരോട് നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാം. അവരോട് ഓപ്പൺ ആയിട്ട് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാം. വലിയ ജാടൊന്നും കാണിക്കാണ്ട് ഞാൻ വലിയ നഴ്സാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നൊന്നും വിചാരിക്കാതെ നമ്മൾ അവരെ കൂടെ തന്നെ നിന്ന് വലിയ നല്ലൊരു ഇടപെടുക, അവരോട് നല്ല രീതിയിൽ ഇടപെടുക. അതാണ് തുറന്ന ഓപ്പൺ എന്ന് പറയുന്നത്. ഓപ്പൺ ഓപ്പൺ ഹൗസ് അപ്രോച്ച് എന്ന് വെച്ചാൽ തുറന്ന സമീപനം. വിസിറ്റേഴ്സിനോട്, പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്നത് ആരാണോ, പേഷ്യന്റിനെ കാണാൻ വരുന്നത് ആരോടോ അവരോട് ഒരു തുറന്ന സമീപനം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറത്തു പോയിട്ട് നമ്മളെ കുറിച്ച് നല്ലത് പറയും. നമ്മളെ കുറിച്ച് പറയുന്നത് മാത്രമല്ല ഹോസ്പിറ്റലിനെ കുറിച്ച്, അല്ലെ? പിന്നെന്താ നെക്സ്റ്റ്? അപ്പൊ അതിന് 3 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടാമത്തേല് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഓപ്പൺ ഹൗസ് അപ്രോച്ച് മാത്രം ചെയ്താൽ മതി. ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സിനോട് ഒരു തുറന്ന സമീപനം. രണ്ടാമത്തെ പോയിന്റ് മെഡിക്കൽ മെത്തേഡ്സിന്റെ വേലയാണ് പറയണേക്കാ. അപ്പൊ അതിൽ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ്. ഓക്കെ, ആ വിസിറ്റേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ തുറന്ന സമീപത്തോടുകൂടി പേഷ്യൻസിനോട് പെരുമാറാന്നുള്ള 3 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താ? ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് cannot be avoided in our peculiar socio-cultural ethos. അണ്ടർലൈൻ ചെയ്തിടാ. സോഷ്യോ കൾച്ചറൽ എത്തോസ് അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ, അപ്പൊ ഇവരോട് എങ്ങനെ നമ്മൾ സമീപിക്കുന്നത്? വിസിറ്റേഴ്സ്, പേഷ്യന്റിനെ കാണാൻ ഒരുപാട് പേര് വരും, ഇല്ലേ? ഒരുപാട് പേഷ്യൻസ് വരും. ആ പേഷ്യൻസ് എല്ലാം വിസിറ്റേഴ്സ് വരും. ആ വിസിറ്റേഴ്സില് ആരാ പ്രത്യേകമായിട്ട്, പെക്കുലിയർ എന്ന് വെച്ചാൽ എന്താ? പ്രത്യേകമായിട്ട് ആരുണ്ടാവും? സോഷ്യോ കൾച്ചറൽ എത്തോസ് എന്ന് വെച്ചാൽ സാമൂഹിക, സാംസ്കാരിക, ധാർമ്മികതയുള്ള ആൾക്കാര് പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരും, ഇല്ലേ? അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എന്താ ഉണ്ടാവാ? ഒരു പൊസിഷൻ ഉണ്ടാവും, ഒരു സ്ഥാനം ഉണ്ടാവും, ഇല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാര് നമ്മളെ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരോട് നമ്മൾ എന്ത് വേണം? അവരെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഒഴിവാക്കരുത്. അവർക്കൊക്കെ ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, ഒരുപാട് പേര് വിസിറ്റർ വരും. ടു പേഷ്യന്റ് cannot be avoided. പേഷ്യന്റിന്റെ അടുത്ത് അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. ഇൻ അവർ പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ എത്തോസ്. ആരാ? പ്രത്യേകമായിട്ട് സോഷ്യോ കൾച്ചറൽ എത്തോസ്, സാമൂഹിക സാംസ്കാരിക വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ വിസിറ്റേഴ്സ്, ഇപ്പൊ ടൈം കഴിഞ്ഞാൽ പോലും വിസിറ്റേഴ്സിന്റെ ടൈം കഴിഞ്ഞെന്നും പറഞ്ഞു വിടരുത്. അവരെ നമ്മള് എന്താ ചെയ്യാ? പേഷ്യൻസിനെ കാണിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണം. അവരോട് നമ്മൾ
നല്ല രീതിയിൽ ഇടപെടുക. പിന്നെന്താ, the queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the ward is made available the ward during visiting hours for his purpose. എന്താ, വാർഡുമായിട്ട് പരിചയമുള്ള, ഇപ്പൊ വാർഡുമായിട്ട് പരിചയമുള്ള സീനിയർ നഴ്സുമാര്, സീനിയർ ഡോക്ടേഴ്സുമാര്, അവരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ആ വാർഡിൽ വന്നു. ആ സമയത്ത് നമ്മൾ എന്താ വാർഡിലേക്ക് വരുന്നത്, എന്ത് ചെയ്യും, നമ്മള് ഇതിനു മുമ്പ് വേറെ വാർഡിലൊക്കെ കിടന്നിട്ടുണ്ടാവും പേഷ്യന്റ്. അപ്പൊ അവിടെ നിന്ന് നമ്മളെ നോക്കിയ ഡോക്ടർ ആയിരിക്കും, നോക്കിയ നഴ്സുമാരായിരിക്കും. അവർ അത്യാവശ്യത്തിന് വേറെ വാർഡിലെങ്ങാനും പറയുന്നത് ക്വയറീസ് ഓഫ് റിലേറ്റീവ് വിസിറ്റേഴ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. ഡോക്ടറെ വിസിറ്റ് ചെയ്യാനും വരുന്ന സമയത്ത് നമ്മൾ എന്താ, അങ്ങനെയുള്ള അവരെ മെയ്ഡ് അവൈലബിൾ, അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഡ്യൂറിങ് വിസിറ്റിംഗ് അവേഴ്സ് അവരെ വിസിറ്റ് ചെയ്യാനായിട്ട്, പേഷ്യന്റിനെ കാണാനും അവരെ ഇടക്ക് പോയി സംസാരിക്കാനൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് പറഞ്ഞത്, വാർഡുമായിട്ട് പരിചയമുള്ള ഒരു സീനിയർ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സിന്റെയോ ആവശ്യത്തിനായിട്ട് നമ്മൾ സന്ദർശനം ആ വാർഡിൽ നടക്കണം. അവർ സന്ദർശിക്കുമ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സന്ദർശിപ്പിക്കാം. സീനിയർ നഴ്സുമാര് ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ താഴെ പോയിട്ട് നമ്മൾ ഡോക്ടർമാരെ വിളിച്ചിട്ട് പറയാം, ഡോക്ടറെ ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് കിടക്കണം, ഒന്ന് വന്ന് നോക്കണം. സീനിയർ ഡോക്ടർമാരായാലും സീനിയർ നഴ്സൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളെ നോക്കുന്ന ഡോക്ടർ കൂടാതെ എക്സ്ട്രാ വന്ന ആരെങ്കിലും എങ്ങനെയുണ്ട്, ഈ ഉഷാറാണോ കുറവ്, നമ്മളൊക്കെ നോക്കുമ്പോ വലിയൊരു ആൾക്കാരോട് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി സന്തോഷമായിരിക്കും അല്ലെ. അത് വിസിറ്റേഴ്സ് ഉള്ള സമയത്ത് ചെല്ലണം. അവരുടെ കൂടെ വിസിറ്റേഴ്സ് ഉള്ള സമയത്ത് ചെന്നാൽ എന്താ, ഒരു പ്രത്യേക വിസിറ്റേഴ്സിന്റെ ഉള്ളിലും നമ്മളവിടെ കിടന്നിട്ട് എത്ര പേരാ നമ്മളെ നോക്കാൻ പറ്റേ എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് അവർക്ക് തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാം. The queries of relatives and visitors can be satisfied if a doctor അല്ലെങ്കിൽ സീനിയർ നഴ്സ് conversant is made available in the ward during hours of purpose. അത് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് എന്താ, administrative rounds by hospital administrators at a different level. However, they should be as normal as possible. എന്താ പറഞ്ഞ, വിവിധ തലങ്ങളിൽ പലതരത്തിലുണ്ടാവും. അതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റൗണ്ടുകൾ അവരോട് കഴിയുന്നത്ര ഔചര്യമായിട്ട് എന്താ, അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ റൗണ്ട്. മോളില് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റർ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അവര് ചുറ്റും ഓരോ കാണാനായിട്ടൊക്കെ നടക്കും. ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ, പലതരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവിന്റെ മീറ്റിംഗ്സ് ഡിഫറെന്റ് ലെവൽ ഉണ്ടാവും. ദേ ഷുഡ് ബി ആസ് ഇൻഫോർമൽ. അവർ ഫോർമലായിട്ട് സാധാരണ ലെവലല്ലാതെ അവരെന്നും ഇങ്ങനെ റൗണ്ട്സിനൊന്നുമില്ല. എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും സ്പെഷ്യൽ ആയ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ അഡ്മിനിസ്ട്രേറ്റർമാർ റൗണ്ട്സിന് ഇറങ്ങുള്ളൂ. അവരെല്ലാ സ്ഥലം ആ സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഇൻഫോർമൽ ആയിട്ട് ആ പോസിബിൾ പേഷ്യന്റിന്റെ അടുത്ത് ചെന്ന് പറയാം, ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവർക്ക് ഇതിന്റെ ഒരു തലപ്പത്ത് അങ്ങനെയുള്ള ഒരു ഇത് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഓപ്പൺ ഹൗസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓപ്പൺ ഹൗസ് അപ്രോച്ച്, തുറന്ന സമീപനം. ആരോടൊക്കെ ഉണ്ട്, സോഷ്യോ അണ്ടർലൈൻ ചെയ്യാം. 3 ആൾക്കാരുടെ പേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാ, പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ എത്തോസ് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് ഇതിലാരാ, ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നഴ്സ്. രണ്ടാമത്തെ പോയിന്റില് ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നഴ്സ്. മൂന്നാമത്തെ ആരാ, അഡ്മിനിസ്ട്രേറ്റർ. ആരാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഡിഫറെന്റ് ലെവലിൽ വ്യത്യാസം, പല ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഈ 3 പോയിന്റും അണ്ടർലൈൻ ചെയ്തിട്ടാ മതിയേ ഓപ്പൺ ഹൗസ് അപ്രോച്ച്. ഓപ്പൺ ഹൗസ് അപ്രോച്ച് ആരോടാ, വിസിറ്റേഴ്സിനോട്. എങ്ങനെയാണ്, ആരൊക്കെ അതിൽ പെടും, പെക്യുലിയർ സോഷ്യോ കൾച്ചറൽ എത്തോസ്, ഡോക്ടേഴ്സ് ആൻഡ് സീനിയർ നഴ്സ്, പിന്നെ ആരാ, അഡ്മിനിസ്ട്രേറ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ആ 3 പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ്, സൈനേജ് ആൻഡ് നെയിം ബോർഡ്. സൈനേജ് ആൻഡ് നെയിം ബോർഡ് എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഡോക്ടർ, ഇന്ന ഡോക്ടർ, ഓർത്തോയിൽ ഇന്ന ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ പേര് വേണം, പേര് വെച്ചൊരു ബോർഡ് വേണം, വേണ്ടേ? എന്നാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടെന്ന് അറിയുള്ളൂ. നമുക്ക് നോക്കാം എന്താ, ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഈ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, ഇന്ന ഡോക്ടർ ഇന്ന സ്ഥലത്തിരിക്കണേ, ആ ഡോക്ടർ ഇന്ന ഫ്ലോറിൽ ഇരിക്കണേ, നമുക്കറിയാൻ പറ്റും. ബോർഡ് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് വെക്കണം. ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേ അറ്റ് സ്ട്രാറ്റജിക് പ്ലേസ് എന്ന് വെച്ചാൽ എന്താ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, തന്ത്രപരമായ, സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് തന്ത്രപരമായ, അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, ഓരോ ബോർഡ് വെക്കാം. ഡിസ്പ്ലേ ഒരു, ഇപ്പൊ നമ്മള് മോളിലോട്ട് ICU എവിടെയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ ഒരുപാട് കഴിഞ്ഞു വലിയ ഹോസ്പിറ്റൽ ICU കാണില്ല. ആ സ്ഥലത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോ തന്നെ മെയിൻ എൻട്രി ഏരിയയില് ICU എന്നും പറഞ്ഞ ഒരു ആരോ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആരോ മാർക്ക് ഇട്ട് വെച്ചാൽ നമുക്കറിയാം ICU അങ്ങോട്ട് പോകണം. അവിടെ ചെന്നിട്ട് നമുക്ക് ICU മനസ്സിലായില്ലെങ്കിൽ അവിടെയും എന്ത് വേണം, അവിടെയും ഇതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലേസ് ഉണ്ടാവും. ആ പ്ലേസിന്റെ അടുത്ത് ICU എവിടെയെന്ന് വെച്ചാൽ ICU അവിടൊക്കെ ഉള്ള ഒരു ആരോ മാർക്ക് വെക്കാം.
അപ്പൊ നമുക്കൊരു ചുറ്റലുണ്ടാവില്ല, നമ്മള് ഓരോന്ന് നമ്മൾ നോക്കി നോക്കി ചെല്ലും അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞത് ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. All rooms should be numbered. Patient information, brochure and visitor guide. എന്താ എല്ലാ റൂംസിലും നമ്പർ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ താഴെ ബ്രൗഷറിൽ എങ്ങനെ പേഷ്യന്റിന് ഒരു ബ്രൗഷർ കിട്ടി, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ബ്രൗഷർ കിട്ടി. 4ാമത്തെ ഫ്ലോറിൽ ഇന്ന പേഷ്യന്റിന്റെ ഇന്ന ഡോക്ടർ ഇരിപ്പുണ്ടെന്ന് നമ്മളോട് പറഞ്ഞ നമ്മൾ 4ാമത്തെ റൂം അന്വേഷിച്ച് പോകുമ്പോ അവിടെ നമ്പർ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മള് ഏത് ഫ്ലോറിലാണ് ഏത് നമ്മൾ അറിയും അല്ലെ. അപ്പൊ ഓരോ റൂമില് 4ാമത്തെ ഫ്ലോറിൽ ഇപ്പൊ ഒരു ഫ്ലോറിൽ തന്നെ ഒരു 50 റൂം ഉണ്ടാവും, നെക്സ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവും 50 റൂം, അടുത്ത ഫ്ലോറിൽ ഉണ്ടാവും 50 റൂം. അപ്പൊ ഇതിന് 1, 2, 3, 4, 5, 6, 50 ഫസ്റ്റ് ഫ്ലോറിലാവുമ്പോ 50 റൂമിലും 1 തുടങ്ങി 50 വരെ നമ്പർ ഇടും. സെക്കൻഡ് ഫ്ലോറിൽ 50 തുടങ്ങി 100 ഇല്ല, സെക്കൻഡ് ഫ്ലോറിലും 1 തുടങ്ങി 50 വരെ ഇടുള്ളൂ. അപ്പൊ ഏത് ഫ്ലോറിലുള്ളതെന്നുള്ളത് കറക്റ്റ് നോക്കി ഏത് നമ്പർ എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. എന്നാലാണ് അത് എന്തിലുണ്ടാവണം, പേഷ്യന്റ് ഇൻഫർമേഷൻ, ബ്രൗഷർ, വിസിറ്റർ ഗൈഡ്. ബ്രൗഷറിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ബ്രൗഷർ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വിസിറ്റർ ഗൈഡ്, അവിടെ എന്തെങ്കിലും വിസിറ്റ് ചെയ്യണ ഗൈഡ് ഉണ്ടാവും, അതിലെന്തെങ്കിലും ഇത് ചെയ്തു വെക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് അടയാളം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞേ ഈസി ടു ഫോളോ. ഈ സൈനേജ് അല്ലെങ്കിൽ ബോർഡ് വെച്ചാൽ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലേസിൽ എന്ത് വെക്കണം, ഫ്ലോർ പ്ലാൻ വെക്കണം. ഓരോ ഫ്ലോറിനും സെക്കൻഡ് ഫ്ലോർ അവിടെയാണ്, ഫ്ലോറിന്റെ പ്ലാൻ, തേർഡ് ഫ്ലോർ അവിടെയാണ്, ICU അവിടെയാണ്, അങ്ങനെ വെക്കണം. 3ാമത്തെ എന്താ, എല്ലാ റൂമിലും നമ്പർ ഇടണം. 4ാമത്തെ എന്താ, പേഷ്യന്റ് ഇൻഫർമേഷൻ, ബ്രൗഷർ, വിസിറ്റർ ഗൈഡ്. പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ അടങ്ങിയ ഒരു ബ്രൗഷർ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിക്കിൽ നമ്മളൊരു പേഷ്യന്റിന്റെ പേര് ആ പേഷ്യന്റിന് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് വേണം, ആ ഗൈനക്കോളജിസ്റ്റിന്റെ വാർഡിന്റെ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ എന്താ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ അവിടെ എഴുതി ഒട്ടിക്കണം, ഇന്ന പേഷ്യന്റ് അവിടെ ഉണ്ട്, ഇത്ര ആ പേഷ്യന്റിന്റെ പേരും സ്ഥലവും എഴുതി കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ആ വാർഡിൽ ചെല്ലുമ്പോ പേഷ്യന്റിനെ അറിയാൻ പറ്റും അല്ലേ. അപ്പൊ അതൊക്കെ നോക്കണം. അതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷന് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ എല്ലാവരും ഇല്ല, ഇവിടെ ഉറങ്ങിപ്പോയാ? എല്ലാവരും ഉറങ്ങിയാ? പോയില്ല, ഉറങ്ങി ഇല്ല. ജംഷീനെ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും മെസ്സേജ് ഇടുന്നുണ്ട്. അതുകൊണ്ട് ജംഷീനോ വീട്ടിൽ അത് മനസ്സിലായി. ജിൻഷ, ഓക്കെ, ജിൻഷ ഉണ്ട്. ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ, കംപ്ലൈന്റ്സ് ഓർ കോംപ്ലിമെന്റ് സജഷൻസ്. പരാതികള്, അഭിനന്ദനങ്ങള്, പിന്നെന്താ നിർദ്ദേശങ്ങൾ അല്ലെ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും സജഷൻ ഉണ്ട്, അത് പറയാനായിട്ട് എന്തെങ്കിലും വേണം. കംപ്ലൈന്റ്, നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചും കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ കോംപ്ലിമെന്റ്സ് എന്താ, അഭിനന്ദനങ്ങൾ അല്ലെ. അപ്പൊ ഇതെന്താ നോക്കാം. A provision to listen to verbal complaints instead of insisting on written ones. Email, provision of a suggestion box at appropriate place. എന്താ, മെയില് നിർബന്ധമാക്കണം. മെയില് നിർബന്ധമാക്കിയതോ അല്ലെങ്കിൽ എഴുതിയതോ ആയ പരാതികൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, അതിന് പകരം എവിടെയെങ്കിലും ഒരു ബോക്സ് വെക്കണം. പരാതികൾക്ക് പകരം നമ്മൾ കംപ്ലൈന്റ് ബോക്സ് വെക്കണം. പിന്നെന്താ പറഞ്ഞ പ്രൊവിഷൻ ടു ലിസൺ, നമ്മള് കേൾക്കണം. ടു ലിസൺ വെർബൽ കംപ്ലൈന്റ്സ്, അവരുടെ കംപ്ലൈന്റ്സ് കേൾക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ഓർ റിട്ടൺ വൺസ് ഇമെയിൽ. മെയിൽ അല്ലെങ്കിൽ നമ്മൾ പരാതി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിന് പകരം നേരിട്ട് ഒരാളുടെ പരാതി കേൾക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം, വാക്കാലുള്ളത്. അതാണ് പറഞ്ഞത്. ഇമെയില് അല്ലെങ്കിൽ പിന്നെന്താ, ഇമെയില് അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ പരാതിക്ക് പകരം വാക്കാലുള്ള ഒരു പരാതി കേൾക്കാനുള്ള ഒരു അവസ്ഥ കൊണ്ടുവരണം. വാക്കാലുള്ളത്, എഴുതി തയ്യാറാക്കിയ പരാതിക്ക് പകരം നമ്മൾ വാക്കാലെ പരാതി പറയണം, നേരിട്ട് പറയാം. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അതാണ് കംപ്ലൈന്റിൽ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ, പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ്. ഒരു സജഷൻ ബോക്സ് വേണം. എനിക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇത്ര നിർദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്, അതിനെ കുറിച്ചൊരു സജഷൻ ബോക്സ് വേണം. അത് എവിടെ വെക്കണം,
അപ്രോപ്രിയേറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ നമ്മള് എവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന സ്ഥലത്ത് വെക്കണം. എവിടെയെങ്കിലും മറയിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ? അതിന് യോജിച്ച സ്ഥലത്ത് കറക്റ്റ് എവിടെ പ്ലേസ് അവിടെ കൊണ്ടുവെക്കണം. അപ്പൊ അതാണ് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ് സജഷൻ എന്ന് വെച്ചാല് എവിടെയെങ്കിലും വെർബൽ കംപ്ലൈന്റ്സ്, നമ്മള് വെർബൽ കംപ്ലൈന്റ്സ് വാക്കാലും പറയണം. ഇമെയിൽ അയച്ചാലോ പിന്നെ അവിടെ എഴുതി തയ്യാറാക്കി എന്തെങ്കിലും കംപ്ലൈന്റ്സ് എന്തെങ്കിലും സ്പെഷ്യൽ ഹോസ്പിറ്റലിലുണ്ട്. ഓക്കെ സ്പെഷ്യൽ ഹോസ്പിറ്റലിലുണ്ട്. ഓക്കെ ചില ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, ചില ഹോസ്പിറ്റലൊന്നുമില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫൊക്കെ നമ്മളെ അങ്ങനെയുള്ള ബോക്സ് ഓക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ തന്നെ പറയും എന്തൊന്നും ഹോസ്പിറ്റലാണ്, ഈ സ്റ്റാഫിനൊക്കെ എന്തൊരു അഹങ്കാരമുണ്ട്, നമുക്ക് കംപ്ലൈന്റ് എഴുതി വിടായിരുന്നു എന്ന് നമ്മൾ പറയും. ചില സ്ഥലത്തൊക്കെ ഉണ്ട്, മിക്ക ഹോസ്പിറ്റലിലും അവർക്ക് നമുക്ക് കംപ്ലൈന്റ് ബോക്സ് ഉണ്ട്, നമുക്ക് എന്തും വേണമെങ്കിൽ പറയാം, എന്തും എഴുതിയിടാം ഹോസ്പിറ്റലിൽ. പിന്നെ ഇമെയിൽ അല്ലാണ്ട് ഇങ്ങനെ എഴുതി തയ്യാറാക്കലല്ലാണ്ട് നേരിട്ട് വാക്കാലെ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സംവിധാനം വേണം. അതാണ് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ് സജഷൻസ്. നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് എന്താ? പബ്ലിക് ഇന്ററാക്ഷൻ. നമ്മള് പബ്ലിക് ജനങ്ങളോട് ഇടപെടുന്നുണ്ട് അല്ലെ? ജനങ്ങളോട് ഇടപെടരുന്നത്. എങ്ങനെ ഇടപെടുന്നേ? ഹോസ്പിറ്റൽ ടൂർ ബൈ ഗ്രൂപ്പ്സ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ് തുടങ്ങിയവ. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ? നമ്മള് ഒരു ഇതിൽ പറഞ്ഞു ടൂർ, എല്ലാവരും ടൂറൊക്കെ പോകണ്ടെങ്കിൽ ഇത്ര മെമ്പേഴ്സ് ഇവരൊക്കെ ടൂർ പോകണ്ടെങ്കിൽ ഇത് എവിടെ കാക്കണം? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് ആക്കിയാൽ മതി എന്ന് അല്ലെ? അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? ആ പറഞ്ഞത് തന്നെയുള്ളൂ പബ്ലിക് ഇന്ററാക്ഷൻ. എന്തെങ്കിലും ടൂർ അറേഞ്ച് ചെയ്യാം, ടീച്ചർമാരെ കുട്ടികളായിട്ട് ടൂർ അറേഞ്ച് ചെയ്യാം, അവിടുത്തെ മെമ്പേഴ്സ്, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുകള്, അധ്യാപകര്, കുട്ടികള്, പിന്നെ വിവിധ ഓർഗനൈസേഷൻ, അങ്ങനെ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ്, പിന്നെന്താ മത നേതാക്കന്മാര് തുടങ്ങിയ ഗ്രൂപ്പിലെ ഹോസ്പിറ്റല്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ബോധവൽക്കരണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളില് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിലോട്ട് പ്ലാൻ ചെയ്യും. ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്താ? ഹെൽത്ത് ഫയർ എക്സിബിഷൻ, സ്പെഷ്യൽ ക്ലിനിക്, ഹെൽത്ത് അവയർനെസ്, പിന്നെ പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ്, വെക്കേഷൻ വളണ്ടിയർ, പിന്നെന്താ പ്രോഗ്രാംസ്, കരിയർ ഡേ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വെക്കാം. എക്സിബിഷൻ ഒക്കെ വെക്കാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ പബ്ലിക് ഇന്ററാക്ഷൻ കൂട്ടാനായിട്ട്. പോയിന്റുകൾ ഓർത്തിരിക്കാം. ജനങ്ങളായിട്ട് ഒരു ഇടപെടല്, ഇന്ററാക്ഷൻ കൂട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? പോയിന്റുകൾ ഓർത്തിരിക്കാം. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ബാക്കിയുള്ള പോയിന്റ് ഒക്കെ തെറ്റിച്ചു തരും. ഒരു പോയിന്റ് ശരിയാക്കി തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതില് ഈ പബ്ലിക് ഇന്ററാക്ഷന് പറ്റിയ പോയിന്റ് ഏതാണെന്ന് ചോദിക്കും. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ടൊക്കെ കറക്റ്റ് ഓർത്തിരുന്നോ? ഇപ്പൊ ടൂർ പോണത് നമ്മൾ പറഞ്ഞു, ടീച്ചർ, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ്, അങ്ങനെ ടൂറിന്റെ സംഭവം വന്നാൽ ടൂർ പാക്കേജ് അത് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷനെ ആകർഷിക്കാനായിട്ട്. പിന്നെ എക്സിബിഷന്, സ്പെഷ്യൽ ക്ലൈൻസ്, പിന്നെ അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാം, പിന്നെ വെക്കേഷണൽ വളണ്ടിയർ പ്രോഗ്രാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഏതാ? അതും ഹോസ്പിറ്റൽ ഇന്ററാക്ഷൻസ്. ഓക്കെ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഹോൾഡിംഗ് ഓഫ് ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ പ്രത്യേക ഇവന്റ്സുകൾ കൊണ്ടുവരാം. അതേതാ? ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഹോസ്പിറ്റലിന്റെ ആനുവൽ ഫംഗ്ഷൻ ഉണ്ടാവും ഒരു കൊല്ലൊക്കെ എത്തുമ്പോ. ആ ആനുവൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ കൊണ്ടുവരാം. ആനുവൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, അതാ പറഞ്ഞ ഹോസ്പിറ്റലില് ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഷൻ ഡേ, സ്പെഷ്യൽ ഇവന്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. ഇതൊക്കെ കൊണ്ടുവന്നാൽ എന്തുണ്ടാവും? പബ്ലിക് ഇന്ററാക്ഷൻ കൂടും. പബ്ലിക് ഇന്ററാക്ഷൻ കൂടും. പൊതുജനങ്ങൾ ഇടപെടും അല്ലേ? ഓക്കെ കാണാൻ പറ്റുന്നുണ്ടാ? കേൾക്കാൻ പറ്റുന്നുണ്ടാ? കാണാൻ പറ്റുന്നുണ്ടാ? അവിടെ എന്തോ സംഭവിച്ചു. ഓക്കെ 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 അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അത് ഹോൾഡേ ചെയ്യാം. നമ്മളിങ്ങനെ കാര്യങ്ങൾ ആനുവൽ ഹോളിഡേ, ഫൗണ്ടേഷൻ, ഹോസ്പിറ്റൽ തുടങ്ങിയ ദിവസം അവിടെ ഒരു ഇനോഗ്രേഷൻ വെക്കും. ഹോസ്പിറ്റൽ തുടങ്ങിയ ദിവസം ഒരു ഫംഗ്ഷൻ വെക്കുന്നു. എല്ലാവരെ വിളിച്ച് അതിൽ പേഷ്യൻസ് ഉണ്ടാവും, ബൈസ്റ്റാൻഡർ ഉണ്ടാവും, എല്ലാവരും ഒരു ഫംഗ്ഷൻ വെക്കുന്നു. അതും ജനങ്ങളോട് എടുക്കും അല്ലെ? ആ അടുത്തുള്ള പ്രദേശത്തുള്ള എല്ലാവരെയും വിളിച്ച് ഫ്രീ ആയിട്ട് ഒരു ക്യാമ്പൊക്കെ നടത്താം. പിന്നെന്താ? All this helps in projecting every aspects of hospital operation, including some of the highly technical functions. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തി, അതിന് 3 പോയിന്റ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തി ചില ഉയർന്ന സാങ്കേതിക പ്രവർത്തനങ്ങൾ, ഹൈലി ടെക്നിക്കൽ അല്ലെ? ഇങ്ങനെ ഹൈലി ടെക്നിക്കൽ ഫംഗ്ഷൻസ്, ചില ഉയർന്ന സാങ്കേതിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ
ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് എല്ലാ വശങ്ങളും പ്രവർത്തനങ്ങളുടെ എല്ലാ എവറി ആസ്പെക്ട്സും എന്താ നമുക്ക് ഇതിനൊക്കെ സഹായിക്കും. ഓൾ ദീസ് ഹെൽപ്പ് ഇതൊക്കെ നമ്മളെ സഹായിക്കും. എന്തിനാ? പ്രൊജക്ടിങ്, അതിന്റെ പ്രൊജക്ടിന്റെ എവരി എല്ലാ വശങ്ങളും ഓഫ് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിങ് സം ഓഫ് ദ ഹൈലി ടെക്നിക്കൽ ഫംഗ്ഷൻസ്, ഉയർന്ന സാങ്കേതിക കാര്യങ്ങൾ, ഹൈലി ടെക്നീഷ്യൻ ഫംഗ്ഷൻസ്, ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സാധിക്കും. ഒന്നാമത്തെ എന്താ? പബ്ലിക് ഇന്ററാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് ഇന്ററാക്ഷൻ കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് ഏരിയൻസ്, ഓർഗനൈസേഷൻ, പീപ്പിൾ റെപ്രസെന്റേറ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുക. ടൂർ അതാണ് ഇമ്പോർട്ടന്റ്. ഹോസ്പിറ്റൽ ടൂർ ഫസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റൽ ടൂർ ആരെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. സെക്കൻഡ് പോയിന്റ് എന്താ? എക്സിബിഷൻ, ഹോസ്പിറ്റൽ ഫയർ, സ്പെഷ്യൽ ക്ലിനിക്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇത് ചെയ്യാം, ഹോൾഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്താ? ഹോൾഡിങ് ആനുവൽ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടേഷന്റെ സ്പെഷ്യൽ ഇവന്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് പബ്ലിക് ഇന്ററാക്ഷൻ കൂടും. ഇതിനെല്ലാത്തിനും കൂടി ഇതിന്റെ എവറി ആസ്പെക്ട്സ് എല്ലാ കാര്യങ്ങളും ചുമതല ഏറ്റ് ചെയ്യാനുള്ള ഹോസ്പിറ്റലിലെ ഹൈലി ടെക്നീഷ്യൻ ഫംഗ്ഷനിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ പെടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേൾക്കാനുള്ളത് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നോക്കാം ആരൊക്കെയാണ് സ്പീക്കേഴ്സ് ബ്യൂറോയിൽ 2 ആൾക്കാരുള്ളൂ, സിഇഒ ആൻഡ് സ്റ്റാഫ്. ഇപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടോ. സ്പീക്കേഴ്സ് ബ്യൂറോയില് സിഇഒ ആൻഡ് സ്റ്റാഫ്. സിഇഒ എന്ന് പറഞ്ഞാൽ ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സ്പീക്കേഴ്സ് ബ്യൂറോയിലുള്ളത്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് staff should be use every opportunity to speak other services, organizations and institutions on health matters. എന്താ? ആരോഗ്യ കാര്യങ്ങളിൽ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിൽ, ആരോഗ്യ കാര്യങ്ങളിൽ മറ്റ് സേവന സംഘടനകളോടും സ്ഥാപനങ്ങളോടും നമുക്ക് സംസാരിക്കണം അല്ലെ? ആരാ നമ്മളോട് മുൻകൈ എടുത്ത് സംസാരിക്കുക? മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ക്ലിനിക്ക്, വേറെ ആരോഗ്യപരമായിട്ടുള്ള ഹോസ്പിറ്റല്, അവരുടെ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടാവും. ഓരോ ഹോസ്പിറ്റലാവുമ്പോൾ അതിന് ഒരുപാട് സംഘടനകൾ ഉണ്ടാവും. ആ സംഘടനയോടൊക്കെ ആരാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയിലൊക്കെ സംസാരിക്കുക? സിഇഒ ആൻഡ് സ്റ്റാഫ് അല്ലെ? ആ 2 പേര് നമ്മളുടെ ഇതിലെ സംസാരിക്കും. അപ്പൊ അവരെന്താ? അവരിത് സംസാരിക്കാനായിട്ട് എല്ലാ അവസരങ്ങളും ഉപയോഗിക്കും. അവരെ കൊണ്ടാവുന്ന വിധം ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അവർക്ക് എന്തെല്ലാം അറിയണം അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മളുടെ ഒരു ഇത് കൂട്ടാം. വൺസ് മോർ ഓക്കെ, ഒന്നുകൂടി പറയാ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുന്നത് സിഇഒ ആൻഡ് സ്റ്റാഫ്. അവര് എന്ത് ചെയ്യും? ആരോഗ്യ കാര്യങ്ങളില്, നമ്മുടെ ഹോസ്പിറ്റലിലെ ആരോഗ്യകരമായ കാര്യങ്ങളില് എന്താ? ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഇവരെല്ലാവരെയും കൂടി ഒരു സംഘടനയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെ? അപ്പൊ ഈ ഹോസ്പിറ്റലിൽ എന്താ? ആരോഗ്യ കാര്യത്തിലും മറ്റ് സേവന സംഘടനകളോടും സ്ഥാപനമായിട്ട് അവരോടൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും ഇല്ലേ? അവരോട് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇത് ഈ ഒരു ഹോസ്പിറ്റലിന് മൊത്തം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതെങ്ങനെ വിളിച്ചു കൂട്ടാ? എല്ലാ ഹോസ്പിറ്റലിലെ സിഇഒമാരും അവിടുത്തെ മെയിൻ ആയ ഒരു സ്റ്റാഫും ചേർന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും അല്ലെ? ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ, ഇപ്പം ഒരു എറണാകുളം ജില്ലയിൽ ഒരു 20 ഹോസ്പിറ്റൽ ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. ഈ 20 ഹോസ്പിറ്റലും കൂടി ഒരു അസോസിയേഷൻ ഉണ്ട് ഇല്ലേ? അസോസിയേഷൻ ഉണ്ടാവും. അതിന് മെയിൻ ആയിട്ട് ഇതൊക്കെ ലീഡ് ചെയ്യണ ഒരു ഹെഡ് ഉണ്ടാവും. അവര് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഇതിനെല്ലാത്തിനും ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇവര് സംഘടനകൾ നടത്തും ഇടക്കിടക്ക്. ഹോസ്പിറ്റൽ അസോസിയേഷന്റെ ഇടക്ക് അതിന്റെ ഓർഗനൈസേഷൻസ് നടത്തും, സംഘടനകൾ നടത്തും. ഈ സംഘടനകൾ നടത്തുമ്പോ അതില് മെയിൻ ആയിട്ട് പോണത് ആരാ? സിഇഒയും സ്റ്റാഫും. ഇവര് പോണത് എന്തിനാ? നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് സംസാരിക്കാൻ, അതിന്റെ കാര്യങ്ങള്, ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഹോസ്പിറ്റലിന്റെ ഫുൾ കാര്യങ്ങള് സംസാരിക്കാനായിട്ടാണ് പോണത്. ഓക്കെ, ഇതിങ്ങനെ സംസാരിക്കാനായിട്ട് നമ്മുടെ സിഇഒയും സ്റ്റാഫും പോകുമ്പോ അവര് പരമാവധി ഈ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ അതിന്റെ കയ്യിലെടുക്കണം. കാരണം നമ്മുടെ ഹോസ്പിറ്റലിന്റെ പവർ കൂട്ടി വേണം ഓരോ കാര്യങ്ങളും സംസാരിക്കാനായിട്ട്. അതാണ് അതിൽ പറഞ്ഞത്. അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് സ്പീക്കേഴ്സ് ബ്യൂറോയില് ആരൊക്കെയാണ് സ്റ്റാഫ്?
സിഇഒയും സ്റ്റാഫും. സിഇഒന്റെ ഫുൾ ഫോം എന്താ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സിഇഒന്റെ ഫുൾ ഫോം എന്താ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. കിട്ടിയ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താ? അഡ്വൈസറി കൗൺസിൽ. അഡ്വൈസറി കൗൺസിൽ എന്ന് വെച്ചാൽ എന്താ? ഉപദേശ കൗൺസിൽ, ഉപദേശിക്കുന്ന കൗൺസിൽ. അതിലൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അതിലെന്തുണ്ട്? ഉപദേശ കമ്മിറ്റി ഉണ്ട്. എങ്ങനെ ഉപദേശിക്കണേ? Its role should be to suggest hospital administration the method to overcome their shortcomings and interpret the functioning of the hospital to the community. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്, അഡ്മിനിസ്ട്രേഷന് അവരുടെ കുറവുകൾ, അവരുടെ പോരായ്മകള് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കണം. അഡ്വൈസറി ഉപദേശം കൊടുക്കണം. ഇവർക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങൾ, മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തം. ആരുടെ ഉത്തരവാദിത്തം? അഡ്വൈസറി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. ഒന്നും കൂടി പറയാം. ഓക്കെ, എന്താ അഡ്വൈസറി കമ്മിറ്റി? ഇറ്റ്സ് റോൾ, അവരുടെ റോൾ എന്താ? should be to suggest hospital administration the method to overcome their shortcomings. എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷർക്ക് അവരുടെ പോരായ്മകൾ, അവരുടെ കുറവുകൾ ഉണ്ടാവും. ഷോർട്ട് കമ്മിങ്സ് എന്ന് വെച്ചാൽ എന്താ? അവരുടെ കുറവുകൾ, അവരുടെ പോരായ്മകള് അത് ഓവർകം ചെയ്യണം, അത് പരിഹരിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിനോട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്താ? അത് ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങള് നിർദ്ദേശിക്കുകയും അതിനെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം കമ്മ്യൂണിറ്റി ലെവലിലോട്ട്, സമൂഹത്തിലോട്ട് കാണിച്ചു കൊടുക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ റോള്. ഓക്കെ, അപ്പൊ അഡ്വൈസറി കമ്മിറ്റി വേറെ ഒന്നുമില്ല. അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്താ? നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ എന്താ? എന്താ റോള്? ഒന്നുമില്ല. ദ മെത്തേഡ് ഓവർകം ദെയർ ഷോർട്ട് കമ്മിങ്സ്, അവരുടെ ഇതുകൾ, അപാകതകള് ഓവർകം ചെയ്യുക. അത് ഓവർകം ചെയ്തിട്ട് അതിനുള്ള തീരുമാനം സജസ്റ്റ്, അതിന്റെ തീരുമാനം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എടുക്കാം. അവർക്ക് അതിന്റെ എടുക്കണ ആ ഒരു ചുമതലയാണ് അഡ്വൈസറി കമ്മിറ്റി. ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കാണിച്ചു കൊടുക്കണം. അത് ഇല്ല, ഇത് മാത്രം എഴുതിയാൽ മതി. അഡ്വൈസറി കമ്മിറ്റി എന്ന് വെച്ചാല് suggest hospital administration the method to overcome their shortcomings. Okay, അത് അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, അത്രയും കാര്യങ്ങള് അണ്ടർലൈൻ ചെയ്തിടാം. കിട്ടിയാ? അഡ്വൈസറി കമ്മിറ്റി അത് മാത്രമേ ഉള്ളൂ അതില് മെയിൻ ആയിട്ട്. അഡ്വൈസറി കമ്മിറ്റി എന്താന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. എന്താ? സമൂഹത്തിലെ പൊതുബന്ധം, പബ്ലിക് റിലേഷൻ വിലയിരുത്താനുള്ള ഇൻഡിക്കേറ്റർ എന്തൊക്കെയാണ്? സൂചകങ്ങൾ. എന്തൊക്കെയാണ് സൂചകങ്ങൾ? നമ്മള് കമ്മ്യൂണിറ്റിയിൽ പബ്ലിക് റിലേഷൻ വിലയിരുത്തണം. പുറത്ത് നമ്മുടെ പബ്ലിക് റിലേഷൻ എങ്ങനെയാണ്, അതിനെ വിലയിരുത്താനുള്ള സൂചകങ്ങൾ എന്താ? ഫസ്റ്റ് വൺ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ എന്താ? ജനറൽ ഒപ്പീനിയൻ പോൾ. ജനറൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്താ? ജനറൽ ഒപ്പീനിയൻ പൊതുവായിട്ടുള്ള അവരുടെ അഭിപ്രായം. അത് ഒന്നില്ലെങ്കിൽ പോൾ ചെയ്യാം, വോട്ടെടുപ്പിലൂടെ. വോട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? അത് പറയാം. പൊതുവായ അഭിപ്രായം പോൾ ചെയ്യണം, അല്ലെങ്കിൽ വോട്ടെടുപ്പിലൂടെ പറയണ പോലെ. അപ്പൊ നമ്മള് പബ്ലിക് റിലേഷന്റെ ഇത് കൂട്ടുകയാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്, വിലയിരുത്തുന്നത്. എങ്ങനെ വിലയിരുത്തും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണോ, പേഷ്യന്റിന് ഇഷ്ടായോ, അങ്ങനെ വിലയിരുത്താം. ജനറൽ പൊതുവായിട്ടുള്ള അഭിപ്രായം നോക്കാം. പിന്നെ ക്വാളിറ്റി ഓഫ് കെയർ, ചെക്ക് ലിസ്റ്റ്. ക്വാളിറ്റി, നമ്മൾ ഇത്രയാണ് പേഷ്യന്റിനെ നോക്കി, ആ നോക്കിയ പേഷ്യന്റിന്റെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു കെയറിന്റെ ആ ക്വാളിറ്റി നോക്കാം. ക്വാളിറ്റി ഓഫ് കെയർ, ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പേഷ്യന്റിന്റെ ക്വാളിറ്റി എന്താണ്. പിന്നെന്താ? നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ് എന്ന് വെച്ചാൽ എന്താ? അവിടെ എത്ര കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് പേഷ്യന്റിന്, അത്
നമ്മൾ പറഞ്ഞു കംപ്ലൈന്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഒരു കംപ്ലൈന്റ് 2 കംപ്ലൈന്റ് ഒക്കെ ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. ഒരുപാട് കംപ്ലൈന്റ് അഭയം ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അഭയം ഹോസ്പിറ്റലിൽ നമ്മളെ വിലയിരുത്തോ? നമ്മൾ എന്തായിരിക്കും വിലയിരുത്തണേ? കൊള്ളില്ലാത്ത ഹോസ്പിറ്റല്, അതല്ലേ നമ്മൾ പറയുള്ളൂ. അതാണ് ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്, നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്. എത്ര നമ്പർ ആ ഹോസ്പിറ്റലിനെ കുറിച്ച്, എത്ര പേര് ഹോസ്പിറ്റലിനെ കുറിച്ച് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. പിന്നെന്താ? എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ ദ കമ്മ്യൂണിറ്റി. എന്താ? നമ്മുടെ കമ്മ്യൂണിറ്റി, സമൂഹത്തിലെ സ്വന്തമായിട്ടുള്ള ഇത് വളണ്ടറി എഫേർട്സ്. അവരെന്തോരം എഫേർട്ട് എടുത്തു, അവിടുത്തെ വളണ്ടറി സ്റ്റാഫ്, അവിടുത്തെ ആൾക്കാരുകൾ ഹോസ്പിറ്റലിൽ എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ട്, എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനനുസരിച്ചിരിക്കും, അതിന്റെ അളവിനനുസരിച്ചിരിക്കും നമ്മൾ ഹോസ്പിറ്റലിനെ വിലയിരുത്തുന്നത്. പിന്നെ ടേൺ ഓവർ ഓഫ് ഹെൽത്ത് സ്റ്റാഫ്. ഹെൽത്ത് സ്റ്റാഫിന്റെ ടേൺ ഓവർ, അവരുടെ ഇൻകം. അവിടുത്തെ സ്റ്റാഫിനൊക്കെ നല്ല, അവിടെ ഭയങ്കര തിരക്കുണ്ട്. ആ ഹോസ്പിറ്റലില് നല്ല തിരക്കുണ്ട്, പക്ഷെ നഴ്സുമാർക്ക് ശമ്പളമില്ല. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനെ നമുക്ക് ഇഷ്ടപ്പെടോ? ഇല്ല. ടേൺ ഓവർ ഓഫ് ഹെൽത്ത് സ്റ്റാഫ്. ഹെൽത്ത് സ്റ്റാഫിന്റെ വിറ്റുവരവ്. വിറ്റുവരവ് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വരുമാനം. കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റർ. എന്താ? ക്ലിനിക്കിലും ഹെൽത്ത് സെന്ററിലും രോഗിയുടെ എത്ര രോഗി വന്നിട്ടുണ്ട്, അറ്റൻഡൻസ്, രോഗിയുടെ അറ്റൻഡൻസ്. ഒരു പേഷ്യന്റ്, ഒരു ഹോസ്പിറ്റലിൽ ആകെ 5 പേഷ്യന്റ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകെ ഒരു 5 പേഷ്യന്റ് അതുവരെ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ? ഓ, ഈ ഹോസ്പിറ്റലിൽ ഇത്ര നേരമായിട്ട് 5 പേഷ്യന്റാ. അപ്പൊ ആ പേഷ്യന്റിനെ നമ്മൾ വിലയിരുത്തും, ഇല്ലേ? പേഷ്യൻസിന്റെ അറ്റൻഡൻസ്, എണ്ണം കൊണ്ട് നമ്മൾ വിലയിരുത്തും. ആ സ്ഥാനത്ത് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ ഡോക്ടർ വന്നിട്ട്, ദൂരെ പേഷ്യന്റാ, എത്ര നേരായി എന്ന് പറയും നമ്മളല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലും രോഗിയില്ലാത്ത ഹോസ്പിറ്റലും തമ്മിൽ വിലയിരുത്തില്ലേ? അതാണ് കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ്, ഹെൽത്ത് സെന്റർ. പിന്നെ ഡൊണേഷൻസ്. ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ ചാരിറ്റികൾ നടത്തുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ ഡൊണേഷൻ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇൻപേഷ്യന്റ് ഹു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താ? മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമായിട്ട് പുറത്തു പോകുന്ന രോഗികൾ. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല ചില പേഷ്യൻസ്, അല്ലെ? എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെന്ത് ചെയ്യും? ഇതിനെതിരായിട്ട് പ്രവർത്തിക്കും. നമ്മൾ എന്ത് പറയണം അതിനെതിരായിട്ട്, മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ടുള്ള ഇൻപേഷ്യന്റ് അവരും നമ്മൾ സൂക്ഷിക്കണം. അവരെയും സൂക്ഷിക്കാൻ വേണം, അവരെ ഇൻഡിക്കേറ്റ് ചെയ്യാം, നമ്മളവരെ സൂചനകൾ ഇതിൽ പെടുത്താം. ഓക്കെ, അപ്പൊ എല്ലാവരും ആ പോയിന്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. എത്ര പോയിന്റ് ഉണ്ട്? ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാരും വായിച്ചു നോക്ക്. കിട്ടുന്നുണ്ടാ? എല്ലാവരും വായിച്ചു നോക്കാം. ഓരോ പോയിന്റും വായിച്ചു നോക്കിക്കോ. ഓക്കെ, വായിച്ചൊക്കെ നോക്കി എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് ഈ 2 പോയിന്റ് കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് കസ്റ്റമർ കംപ്ലൈൻസ് ആണ്. കസ്റ്റമർ കംപ്ലൈൻസ് കഴിഞ്ഞാൽ സ്റ്റാഫ് ടേൺ ഓവർ ഉണ്ട്, ഒരുപാടുണ്ട്.
ഓക്കെ, രണ്ട് ബോക്സും കൂടി പറയട്ടെ, നമുക്ക് ഒരു രണ്ട് ബോക്സും കൂടി ഉണ്ട്, അതും കൂടി എടുക്കട്ടെ. പക്ഷെ അത് എടുത്താല് രാവിലത്തെ ബാച്ചിൽ എടുക്കത്തില്ല. വേണ്ട, നമുക്ക് രാവിലത്തെ ബാച്ചുകാർക്ക് തീർത്തിട്ടില്ലേ 2 പോയിന്റ്, ഇവിടെ വെച്ചാ നിർത്തിയത്. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ബുദ്ധിമുട്ട് വരും ഇല്ലേ? നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം, കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ മതി. മൊഡ്യൂൾ 2 ഉം 3 ഉം ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും. ഓക്കെ എന്നാ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. വെൽക്കം വെൽക്കം.